മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാർച്ച് 12-ാം തീയതി ഇന്നത്തെ വിശുദ്ധ ബലിമധ്യേ നമ്മുടെ വിചിന്തനത്തിനു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സുവിശേഷം ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യമാണ്. യേശുവിനും യേശുവിൻ്റെ ദൈവരാജ്യ പ്രഘോഷണത്തിനും ലഭിച്ച നിഷേധാത്മകമായ പ്രതികരണങ്ങളിൽ ഒന്നാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നത്. ഈശോ ഈ ലോക ജീവിതത്തിലും ഈശോയുടെ മരണശേഷവും അവനെതിരെ ഉണ്ടായിരുന്ന നിരവധി ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് അവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കിയത്, അവന് പിശാച് ബാധയുണ്ട്, അവൻ സാത്താൻ്റെ ദല്ലാളാണ് എന്നുള്ള കാര്യങ്ങൾ മനുഷ്യർ അവനെ എതിർക്കുന്നവർ പറഞ്ഞിരുന്നു. മനുഷ്യനെ ഭീഷണിപ്പെടുത്തിയിരുന്ന സാത്താൻ്റെ മടയിൽ കയറി, അവൻ്റെ മടയിൽ കയറിക്കൊണ്ട് ഈശോ ഇന്ന് ഒരു പിശാച് ബാധിതനെ സുഖപ്പെടുത്തുകയാണ്. സാത്താന് എങ്ങനെ സാത്താനെ എതിർക്കാനായിട്ട് സാധിക്കും? ഈശോ ഇത് പറയുന്നത്, ഈശോ പിശാച് ബാധിതനെ സുഖപ്പെടുത്തി കഴിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നു, ഇവൻ പിശാചിന്റെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് ഈ പിശാചിനെ സുഖപ്പെടുത്തിയെന്ന്. ഈ പിശാച് ബാധിതന് സൗഖ്യം കൊടുത്തത് സാത്താന്റെ നേതാവായ ബെൽസെബൂലിനെ കൊണ്ടാണ് എന്ന് ഈശോ ചോദിക്കുന്നു. എങ്ങനെയാണ് സാത്താനെ തന്നെ എതിർക്കുവാനായിട്ട് സാധിക്കുക? സാത്താനുണ്ട്, പിശാചുണ്ടെന്ന് ഈശോ വളരെ വ്യക്തമാക്കി വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഭാഗങ്ങളിൽ ഒന്നാണ് ഇന്നത്തെ ഭാഗം. പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ വീണുപോയ മാലാഖയാണ് പിശാചുക്കളെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. വീണുപോയ മാലാഖമാർ, പിശാചുണ്ടെന്നും സാത്താനുണ്ടെന്നും ഈശോ തന്നെ പല പ്രാവശ്യങ്ങളിൽ പല അശുദ്ധാത്മാക്കളെ സുഖപ്പെടുത്തുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. 3 കാര്യങ്ങൾ ഈശോ എന്ന് പറയുന്നു. അന്തഃഛിദ്രമുള്ള രാജ്യം നിലനിൽക്കില്ല, അന്തഃഛിദ്രമുള്ള കുടുംബം നിലനിൽക്കില്ല, അന്തഃഛിദ്രമുള്ള സാത്താന്റെ ഭവനങ്ങളും നിലനിൽക്കില്ല. ഈ 3 കാര്യങ്ങൾ ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കാം, അന്തഃഛിദ്രമായ നമ്മുടെ ഭവനങ്ങൾ നിലനിൽക്കില്ല എന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അന്തഃഛിദ്രത കൊണ്ടുവരുന്നത്, ഭിന്നിപ്പ് കൊണ്ടുവരുന്നത്, വെറുപ്പ് കൊണ്ടുവരുന്നത് അത് സാത്താനാണ്, അത് പിശാചാണ്, അത് തിന്മയുടെ ശക്തിയാണ്. ഞാൻ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവർത്തികൾ, എൻ്റെ ഇടപെടലുകൾ അന്തഃഛിദ്രത്തിന്, വെറുപ്പിന്, ഭിന്നിപ്പിന് കാരണമാകുന്നുണ്ടെങ്കിൽ ഞാൻ എന്ന വ്യക്തി ആത്മപരിശോധന നടത്തണം. ഞാൻ എന്നിൽ തിന്മയുടെ ആസക്തികൾ വർദ്ധിക്കുന്നുണ്ടോ എന്ന്, തിന്മ എന്നെ ഭരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ പറയാൻ ഉദ്ദേശിക്കുന്നത്, പിശാചിന്റെ രാജ്യം തകർക്കാൻ വന്നവനാണ് ഞാനെന്നാണ് ഈശോ പറയുന്നത്. പിശാചിന്റെ രാജ്യം തകർക്കാനായിട്ട് വന്നവനാണ് ഞാൻ. ഇതാണ് നല്ല വാർത്ത, ഇതാണ് സുവിശേഷം. യേശു പിശാചിനെ തോൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള നല്ല വാർത്ത, എന്നുള്ള സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. നാം ഇപ്പോഴും ഭയത്തിലാണ്, നമ്മളിപ്പോഴും പേടിച്ചിരിക്കുകയാണ് തിന്മയുടെ ശക്തികളെ. ഈശോ പറയുന്നു, ഞാൻ തിന്മയുടെ ശക്തികളുടെ മേൽ വിജയം നേടിയെന്നു. എന്നിട്ട് ഈശോയിൽ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞിട്ടും ഞാൻ തിന്മയുടെ ശക്തിയെ,
പേടിച്ച് മൂലക്കിരിക്കുക. അവനെ പേടിച്ചുകൊണ്ട് മൂലക്കിരിക്കുന്ന നമ്മളോട് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ഏറ്റവും വലിയ ഭൂതോച്ചാടനമായിരുന്നു ഈശോയുടെ കുരിശുമരണം. ഏറ്റവും വലിയ ഭൂതോച്ചാടനം. ഈശോ ഇങ്ങനെ പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 31-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ ഈശോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് നമ്മളോട്, ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരിയായ സാത്താൻ പുറന്തള്ളപ്പെടും. എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ഞാൻ ആകർഷിക്കുമെന്ന്. ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരിയായ സാത്താൻ പുറന്തള്ളപ്പെടുമെന്ന്. ഏറ്റവും വലിയ ഭൂതോച്ചാടനമാണ് ഈശോയുടെ കുരിശ് മരണമെന്ന് നമ്മൾ തിരിച്ചറിയണം. സഹോദര സഹോദരി, ഇന്നേ ദിനത്തിൽ നമ്മൾ ഈ ഒരു സുവിശേഷ ഭാഗം ധ്യാനിക്കുമ്പോൾ ഈശോ വളരെ വ്യക്തമായി പറയുന്നു, അന്തഃഛിദ്രമുണ്ടെങ്കിൽ, വെറുപ്പുണ്ടെങ്കിൽ നമ്മൾ അവയൊക്കെ മാറ്റുവാനായിട്ട് പരിശ്രമിക്കണമെന്ന്. തിന്മയുടെ ശക്തിയെ പേടിച്ച് നമ്മൾ ഭയത്തോടെ ഇരിക്കേണ്ടവരല്ല. യേശുവിന് അവയെല്ലാം കീഴ്പ്പെടുത്തി എന്ന ഒരു വിശ്വാസത്തിൻ്റെ തിരിച്ചറിവിലേക്ക് നമ്മൾ വരണമെന്ന് ഇന്നിൻ്റെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.